ഹായ് നമസ്തേ. ഇന്നത്തെ നമ്മുടെ ഹെയർ നല്ല കേൾസുള്ള ഹെയറാണ്, ഡ്രൈ ആണ് ഹെയർ. ഒരുപാട് ലെങ്ത് കുറയ്ക്കാതെ ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഹെയർ കാണാം. മോടെ പേര് രേഖ. അപ്പം വരുന്നത് കൊല്ലം കൊട്ടിയത്തു നിന്നാണ് വരുന്നത് അല്ലേ. അപ്പം മോളിപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത് ഇത് ബോട്ടക്സ് ചെയ്യണമെന്നല്ലേ. അപ്പോൾ ഈ ബോട്ടക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓരോ വാഷ് കഴിയും തോറും ഇത് പഴയ സ്ഥിതിയിലേക്ക് നമ്മുടെ ഹെയർ വരും. അപ്പോൾ ഈ പഴയ സ്ഥിതിയിലേക്ക് വരുമ്പം അമ്മമ്മ വിചാരിക്കും അയ്യോ ഇത്രയും പൈസ കൊടുത്ത് ചെയ്തിട്ടും പഴയതിലേക്ക് വന്നല്ലോ എന്നുള്ളത് വരും. അതുകൊണ്ട് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന ഇതിനകത്ത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ കേട്ടോ. അപ്പം പിന്നെ 6 മാസം ആകുമ്പോൾ റൂട്ട് ടച്ച് ചെയ്ത് കൊടുക്കണം. മാസത്തിലൊരു പ്രോട്ടീന് ചെയ്യണം. അപ്പം പിന്നെ ഹെയറിന് ഒരു കുഴപ്പവും വരത്തില്ല കേട്ടോ. അതൊക്കെ ഇവിടുന്ന് തരും. ഷാമ്പൂ, കണ്ടീഷണർ, ഹെയർ സിറം, പിന്നെ ഹെയർ ഗ്രോത്തിനുള്ള സിറം എല്ലാം തരും. രേഖയുടെ ഹെയർ നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. കാരണം പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തപ്പോഴത്തേക്ക് ഒരു ചെറിയ ഡ്രൈനെസ് ഉണ്ടായിരുന്നു, ഹെയർ കളറൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ കെരാറ്റീനും കൂടെ ചെയ്തു. അപ്പം രണ്ടും കൂടെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇനി ഇത് റൂട്ട് ടച്ച് ചെയ്ത് കൊടുക്കണം. 6 മാസമൊക്കെ കഴിയുമ്പോൾ നല്ല കേൾസുള്ള ഹെയർ ആയതുകൊണ്ട്. രേഖയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി കെയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്യണം. അപ്പോൾ പ്രോട്ടീൻ ചെയ്യാൻ നമുക്ക് പുറത്ത് പോകാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് അലോവേര ജെല്ല്, എഗ് വൈറ്റ്, വൈറ്റമിൻ ഇ അറിയാമല്ലോ. അത് അലോവേര ജെല്ല് ആവശ്യത്തിന് മേടിക്കുന്നതാണെങ്കിൽ അതെടുക്കാം, അതല്ല വീട്ടിലുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. അത് കുറേ ആവശ്യത്തിന്. പിന്നെ എഗ് വൈറ്റ് ഒരെണ്ണത്തിൻ്റെത്, വൈറ്റമിൻ ഇ ഒരെണ്ണോ 2 എണ്ണോ സ്കാൽപ്പിൽ കൊടുത്താൽ മതി. കാരണം ഇത് ഹെയറിന് ഇച്ചിരി ഡ്രൈനെസ് ഉള്ള ഹെയർ ആയതുകൊണ്ട് സ്കാൽപ്പിൽ മാത്രം തേച്ചിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഷാമ്പു വാഷ്, കണ്ടീഷണറും ഒക്കെ. അതുപോലെ തന്നെ നമ്മൾ ഈ കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിക്കളയാതെ വെച്ചാൽ വെള്ളം ഒഴിച്ച് കഴുകിക്കളയാതെ ഇങ്ങനെ കൈകൊണ്ട് പിഴിഞ്ഞ് എടുക്കുക. ഒത്തിരി ഡ്രൈനെസ് ഉള്ളവർ പിഴിഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ തുപ്പിരി മാത്രം ഇട്ടിട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ ഹെയറിൽ ഒത്തിരി ഡ്രൈനെസ് മാറി കിട്ടും. അങ്ങനെ ചെയ്യണം. അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അതേപോലെ കേട്ടോ. ഫേസ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ് കാണിച്ചിട്ടില്ല. നമ്മൾ ചെയ്യുന്നതിൽ ഏറ്റവും ഭംഗി വരുന്നത് നമ്മുടെ ഫേസിനാണ്. റൗണ്ട് ഏരിയ ഏറ്റവും ഭംഗിയായിട്ട് കിട്ടുന്നത് അല്ലയോ. നമ്മൾ ഫേസ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത് ഞായറും തിങ്കളുമാണ്. ബുക്കിംഗ് അനുസരിച്ചാണ് എത്താറുള്ളത്. ബാക്കി എല്ലാ ദിവസവും അവിടെ വർക്കിംഗ് ആണ്. എല്ലാ ട്രീറ്റ്മെൻറ്റുകളും അവിടെ ചെയ്യുന്നുണ്ട്. ചൊവ്വ മുതൽ ശനി വരെ ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിന് അടൂരിനിടയ്ക്കാണ് ചാരമൂട്. ചാരമുട്ടിലാണ് ഞാൻ ചൊവ്വ മുതൽ ശനി വരെ ഞായറും തിങ്കളും ഗുരുവായൂർ ശിവലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.